അപ്പോൾ ഗൈസ് നിങ്ങൾ ഒരു പ്രിവ്യൂല് കണ്ടിട്ടുള്ള ഈ ഒരു റീൽ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റീലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റീലിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ആ ഒരു റീൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റീലിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കണ്ടന്റും അതിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ ഒരു റീൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു റീലിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഇപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു റീൽ ഇപ്പോൾ ഇതിന്റെ ഒരു മ്യൂസിക് 68.7K റീൽസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇത് വെച്ചിട്ട് റീല് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീച്ച് കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇനി നേരെ ട്യൂട്ടോറിയലിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്കട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആപ്ലിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് മുകളിലത്തെ ഒരു ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്തിട്ട് ഒരു 7 വീഡിയോ ക്ലിപ്സ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുക. ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ള ഒരു ക്യാപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈയിങ് ടു ഇംപ്രസ് ഹെർ ഇൻ മെനി ലാംഗ്വേജസ് എന്നാണ്. അപ്പോൾ ഇതേപോലത്തെ ഈ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ക്യാപ്ഷൻ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടുള്ള ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഗെയിംസ് ആണെങ്കിൽ അത് അങ്ങനെ വെച്ചിട്ട് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ബൈക്ക്, കാറ് അങ്ങനെ കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടുള്ള പ്ലേസ് അങ്ങനെ ഏതൊരു കണ്ടന്റ് നമുക്ക് ഇതിന് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്റ്റാർട്ടിങ് ക്യാപ്ഷൻ പറയുന്നത് അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യുന്നത് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലോമോ വീഡിയോസ് ആഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഓരോ ക്ലിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ക്ലിപ്സ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു കണ്ടന്റ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ബൈക്കിൻ്റെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബൈക്കിൻ്റെ ഒരു 7 വീഡിയോ ക്ലിപ്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഒരു 7 വീഡിയോ ക്ലിപ്സ് ഈ ഒരു ബൈക്കിൻ്റെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം താഴത്തെ ഒരു ആഡ് എന്നുള്ള ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിപ്സുകൾ വരുന്നത്. എന്നിട്ട് ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് പറയാം, താഴത്തുള്ള ബോക്സിൽ ആസ്പെക്ട് റേഷ്യോ കൊടുക്കുക 9:16 കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വീഡിയോൻ്റെ ആ ഒരു ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ ഒരു ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അതൊരു വീഡിയോ കാരണം വീഡിയോ നിങ്ങൾ ഓഡിയോ എക്സ്ട്രാക്ട് ആക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതവിടെ ആ ഒരു ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള 7 ക്ലിപ്സിന് സ്ലോമോ കാര്യങ്ങളും എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഒരു സ്ലോമോ ഈ ഒരു വീഡിയോക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്പീഡ് പോയിട്ട് കർവോ നോർമൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്യണ ഗ്രാഫാണ് ഈ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഗ്രാഫ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം ഗ്രാഫ് തന്നെയാണ് എല്ലാ ക്ലിപ്സുകൾക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തുള്ള വീഡിയോസിനൊക്കെ ഒരു സ്ലോമോ അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇനി അടുത്ത ചെയ്യുന്നത് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഈ മ്യൂസിക് ഇട്ട ഓരോ ആ ലിറിക്കിൽ വരുന്ന ഭാഗത്തിനനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്തുള്ള ക്ലിപ്സിൻ്റെ ഒക്കെ ഡ്യൂറേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു ഡ്യൂറേഷനിൽ കറക്റ്റ് 7 ക്ലിപ്സിനോട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ പറയുന്നത് കറക്റ്റ് 2.6 സെക്കൻഡ് ആണ്. അപ്പോൾ ഞാൻ ഇതിവിടെ കറക്റ്റ് 2.6 സെക്കൻഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് 1.5 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിവിടെ 1.5 ആക്കി കൊടുത്തിട്ടുണ്ട്. ശേഷം ഇനി അടുത്ത ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ 1.3 സെക്കൻഡ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് 2.5 സെക്കൻഡ്, പിന്നെ 1.3 സെക്കൻഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്യൂറേഷൻ വെക്കുമ്പോൾ കറക്റ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മ്യൂസിക് കേട്ടാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആ മ്യൂസിക് കേട്ടിട്ട് കറക്റ്റ് ഓരോ വാക്ക് അതിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ അങ്ങനെ ഡ്യൂറേഷൻ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതാ ഞാനിവിടെ അടുത്തത് 1.3 സെക്കൻഡ് ആക്കി കൊടുത്തു. ഏറ്റവും ലാസ്റ്റത്തത് നമ്മുടെ മ്യൂസിക് എൻഡ് ചെയ്യുന്നതിനനുസരിച്ച് സെറ്റ് ചെയ്തു. അപ്പോൾ അതാ ഒന്നാമത്തത് 2.6, രണ്ടാമത്തത് 1.5, മൂന്നാമത്തത് 1.3, നാലാമത്തത് 2.5, അഞ്ചാമത്തത് 1.3, ആറാമത്തതും 1.3. ലാസ്റ്റ് വീഡിയോൻ്റെ ആ ഒരു മ്യൂസിക്കിൻ്റെ എൻഡിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡ്യൂറേഷൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തു. ശേഷം സ്പീഡ് പോവുക. നിങ്ങൾ സ്ലോമോ ചെയ്ത ഗ്രാഫ് പോയിട്ട് സ്മൂത്ത് സ്ലോ മോഷൻ അതിൽ ബെറ്റർ ക്വാളിറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളെ വീഡിയോക്ക് കൊടുത്തുള്ള സ്ലോമോ ഒന്ന് സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലിപ്സിനും ഈ ഒരു സ്മൂത്ത് സ്ലോമോ നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ടെക്സ്റ്റ് എങ്ങനെ ആഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇത് കാണിച്ചു തരും. പിന്നെ നിങ്ങൾ അതേ മെത്തേഡ് നിങ്ങൾ ബാക്കിയുള്ള ഓരോ ക്ലിപ്സ് അതേപോലെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിന് വേണ്ടി താഴത്തെ ടൂൾ ബോക്സിൽ ടെക്സ്റ്റിൽ പോയിട്ട് ആഡ് ടെക്സ്റ്റ് പോയിട്ട് നമ്മൾ എഴുതുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ക്യാപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് മൈ ബൈക്ക് ഇൻ മൈ ലാംഗ്വേജസ് എന്നാണ് ഞാനിവിടെ സ്റ്റാർട്ടിങ് ടെക്സ്റ്റ് ആക്കിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ടെക്സ്റ്റുകളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ആ ഒരു സെയിം ആയിട്ടുള്ള ടെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റ് ഒക്കെ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ടെക്സ്റ്റ് മനസ്സിലാവും. പിന്നെ നിങ്ങൾ അത് ഓരോ ക്ലിപ്പിന്റെ അടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ആ ഒരു ടെക്സ്റ്റ് നിങ്ങളവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ടെക്സ്റ്റിന് ചെറിയൊരു മെത്തേഡ് ഉണ്ട് എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളൊരു സ്റ്റൈല്. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന് ആദ്യം ഞാൻ ഇവിടെ എഴുതി കൊടുക്കുകയാണ് ഡിസ്ക്രൈബ് മൈ എന്നുള്ളത് രണ്ടും വലിയ അക്ഷരത്തിൽ എല്ലാതും എഴുതി കൊടുക്കുക. പിന്നെ അടുത്തത് നിങ്ങളുടെ എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനം അതിൻ്റെത് നിങ്ങൾ എഴുതുമ്പോൾ അത് ചെറിയ അക്ഷരത്തിൽ എഴുതുക. അപ്പോൾ ഞാനിവിടെ കാറല്ല ബൈക്ക് എന്നവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, മൈ ബൈക്ക്. ഓക്കെ, അതിൽ ഡിസ്ക്രൈബ് മൈ എന്നുള്ളത് ക്യാപിറ്റലും മറ്റേത് ബൈക്ക് എന്നുള്ളത് സ്മാൾ ലെറ്റർ. പിന്നെ അടുത്തത് ഒന്ന് റിട്ടേൺ കൊടുക്കുക. റിട്ടേൺ മീൻസ് ഒന്ന് അടിക്ക് സ്പേസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്തത് എഴുതേണ്ടത് ഇൻ മെനി ലാംഗ്വേജസ് എന്നാണ്. അത് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി കൊടുക്കുക, ഇൻ മെനി ലാംഗ്വേജസ്. ഓക്കെ, അപ്പോൾ അത് നമ്മളവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫോണ്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം. അപ്പോൾ ഞാൻ അതിൽ യൂസ് ചെയ്യുന്ന ഫോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇറ്റാലിക് എന്നുള്ള ഈ ഒരു ഫോണ്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഇനി ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ബൈക്ക് എന്നുള്ളതിൻ്റെ ടെക്സ്റ്റ് മാത്രം നിങ്ങളൊന്ന് സെലക്ട് ചെയ്തിട്ട് സ്റ്റൈലിൽ പോയിട്ട് അതിൻ്റെ ഫോണ്ട് നിങ്ങൾ ഒരു കാലിഗ്രഫി ടൈപ്പിലുള്ള ഒരു ഫോണ്ട് നിങ്ങൾ അതിലേക്ക് ആ ഒരു ടെക്സ്റ്റിന് മാത്രമായിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു മിസ്സിങ് RG എന്നുള്ള ഈ ഒരു ടെക്സ്റ്റാണ് അതിൽ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ കളർ നമ്മളൊരു യെല്ലോ കളറാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് മാത്രമായിട്ട് ഷേഡോ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേഡോ കൂടി നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഇപ്പോൾ ഞാനിവിടെ കറക്റ്റ് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ശേഷം ഈ ഒരു ടെക്സ്റ്റിന്റെ ഡ്യൂറേഷൻ പറയുന്നത് കറക്റ്റ് നമ്മൾ ഒന്നാമത്തെ ക്ലിപ്പിനനുസരിച്ചിട്ട് കാര്യം. എന്നിട്ട് ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് സെറ്റ് ചെയ്യും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് താഴെ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മേലെ കൊടുക്കുക. അപ്പോൾ ഞാനത് മേലെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഒരു ടെക്സ്റ്റ് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ടെക്സ്റ്റ് നമ്മൾ കറക്റ്റ് മേലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ മെത്തേഡിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കണ്ടോ കറക്റ്റ് ആയിട്ട് ട്രെയിൻ ടു ഇംപ്രസ് ഇൻ മെനി ലാംഗ്വേജസ് എന്ന് അവിടെ എഴുതി കൊടുത്തിട്ട് അതിൽ ആ ഒരു ഇംപ്രസ് എന്നുള്ളത് വേറൊരു കളറാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു റീല് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ക്യാപിറ്റൽ ലെറ്റർ അല്ല, ഒക്കെ സ്മാൾ ലെറ്റർ ആണ്. ചിലത് ഫസ്റ്റത്തെ ലെറ്റർ മാത്രമേ ഉള്ളൂ വലിയ അക്ഷരമായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളതിൽ നിങ്ങൾക്ക് കസ്റ്റം ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു നിങ്ങൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു വാക്ക് അതിൽ ആഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ യെല്ലോ കളറിൽ കൊടുക്കണം. പിന്നെ അടുത്ത ഇതിൽ കണ്ടോ, അപ്പൊ ഇതിലെ ഹിന്ദി ഇഷ ഹേ എന്ന് പറയുമ്പോൾ അതിലെ ഇഷ എന്നുള്ളത് യെല്ലോ കളർ, ബാക്കി രണ്ട് വേറെ കളറ്. പിന്നെ ഇതിന് ഇഷ എന്നുള്ളതിന് വേറെ ഫോണ്ട് സ്റ്റൈല്. അപ്പൊ ഇതിലെ ഓരോ വാക്കിലും ആ ഒരു ഇഷ്ടം എന്നുള്ളതിന്റെ ഓരോ വേർഡുകളാണ് ഓരോ ലാംഗ്വേജിൽ അതാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു വേർഡിന്റെ ഭാഗത്തേക്കൊക്കെ ഒരു യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഓരോ ടെക്സ്റ്റിനനുസരിച്ചിട്ട് ഇപ്പൊ ഇത് ഒന്നാമത്തെ ടെക്സ്റ്റ്, ഇപ്പൊ ഇനി രണ്ടാമത്തെ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, അടുത്ത ടെക്സ്റ്റിന്റെ അവിടെ ഇതേപോലെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഡ്യൂറേഷൻ കറക്റ്റ് ക്ലിപ്പിനനുസരിച്ച് സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ സ്റ്റൈലിൽ പോയിട്ട് ഈ ടെക്സ്റ്റ് ഫുള്ള് ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത ഇംഗ്ലീഷ് എന്താണോ അത് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഷേഡോസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷേഡോസ് കാര്യങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പൊ പിന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഭാഗത്തേക്ക് നിങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്പൊ അത് അടിയിലാണ് കൊടുക്കേണ്ടത് വെച്ചെങ്കിൽ അടിയിൽ കൊടുക്കുക. അപ്പൊ ഇതേപോലെ ടെക്സ്റ്റുകളെ കറക്റ്റ് ഓരോന്ന് എഴുതി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇട്ടാൽ മതി. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ കൊടുക്കുക, അടിയിൽ ബ്ലാക്ക് ഷേഡോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഷേഡോ കൊടുക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ ഇത് ക്രിയേറ്റ് ചെയ്യാൻ, വലിയ റിസ്ക് ഒന്നും ഇല്ല. അപ്പോൾ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇവിടെ ലൈക്ക് ചെയ്തപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.